ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ നീ ചതിച്ചേ തകതകത മാനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ ആശാനേ പാവമായിരുന്നു ആശാൻ. ഞാൻ കാരണം ആശാൻ പോയത്, ഞാൻ കാരണം ആശാൻ മരിച്ചത്. പാവമായിരുന്നു. നീ ഇന്നലെ എപ്പോഴാ എത്തിയത്? രാത്രിയായി. നീ ഇന്നലെ എത്തുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല. ഡാഡി എല്ലാം ഞാൻ അറിഞ്ഞു. ജീവ, ഒരു നിമിഷത്തിൽ ഒരാഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. നാം ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. നിന്റെ ഡാഡി വേറൊരു കല്യാണം കഴിച്ചു. അത് അങ്ങയുടെ മനസ്സിലെ ആഗ്രഹമായിരിക്കും. ബഹളം വെച്ചതുകൊണ്ടോ ഭ്രാന്ത് കാണിച്ചുകൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കാ നാണക്കേട്? എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് എന്നെ ചില സമയത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് യു ഹാവ് ടു. നീ അത് ചെയ്തേ പറ്റൂ. ഐ നീഡ് എ ചേഞ്ച്. ലാൽ, ഓർമ്മിക്കാനൊന്നുമില്ലാതെ കുറെ ദിവസം എവിടെയെങ്കിലും മാറി. നീ ഇവിടെ കുടിക്കോ? ഇന്നലെ രാത്രി ഞാനത് ആലോചിച്ചതാ. പക്ഷേ നമ്മുടെ ആശാന്റെ മരണം വിട്ടുകളാത്. ദാറ്റ്സ് ഓവർ. ഇവിടെ നിന്നോ വന്നു, ഉള്ളു തുറന്ന് പരിചയപ്പെട്ടു, കവിത ചൊല്ലി ചൊല്ലി എങ്ങോട്ടോ പോയി, ആരുടെ വെടികൊണ്ട് മരിച്ചു. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ലാൽ, എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരിക്കൽ ഞാൻ ഇതേ അവസ്ഥയിൽപ്പെട്ടതാ. മനസ്സ് കൂടുതൽ പിണങ്ങുന്നതിന് മുമ്പ് ഒന്ന് മാറിയിരിക്കുന്നത് നല്ലതാണ്. എന്റെ ബന്ധങ്ങൾ മാറ്റി നിർത്തി തന്നെയും മോളുനെയും മരിച്ചുപോയ സിത്തിനെയും ഒക്കെ മാറ്റി നിർത്തി എന്നെ മാത്രം പരിചരിക്കുന്ന ഒരു ഡോക്ടറാണ് എനിക്ക് ആവശ്യം. എ സൈക്കാട്രിസ്റ്റ്. ജ്യോതിക്ക് ചേട്ടനെ കാണണോ? പോയി കണ്ടോളൂ. ഒരു വിരോധവുമില്ല. കണ്ടാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കും, കരയും. അത് മാത്രമല്ല, ഹോസ്റ്റലിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതിൽ ജീവന് വല്ലാത്ത കുറ്റബോധമുണ്ട്. ജ്യോതിയുടെയും ജീവന്റെയും പ്രശ്നം ഒന്ന് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. ജീവിതത്തോട് അനാവശ്യമായ ഒരു ഭീതി, ആങ്സൈറ്റി. ഡാഡി വേറെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമാണോ? അനാവശ്യമായ ചിന്തകൾ അവോയ്ഡ് ചെയ്യുക. ഒരു കാര്യം ചെയ്യും, ഒറ്റയ്ക്ക് ഒരിക്കലും മുറിയിലിരിക്കരുത്. ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണം. എനി ഡൈവേർഷൻ. ജീവൻ പറഞ്ഞല്ലോ ഡാൻസ് ചെയ്യുമെന്ന്. നല്ലവണ്ണം ഡാൻസ് ചെയ്യും ഡോക്ടർ. ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ജീവനാ പറഞ്ഞ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ജ്യോതിക്ക് ചേട്ടനെ കാണാൻ എപ്പോ ആണെങ്കിലും വരാം. ഹീസ് ഹിയർ വിത്ത് മീ, സേഫ് ഇൻ മൈ കസ്റ്റഡി. ശരി ഡോക്ടർ, ശരി. ഗുഡ് ബോൾ. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. നമുക്കൊരു 4 ബാറ്റ് കൂടി വാങ്ങണം സാർ. ബാറ്റ് ഇല്ലാത്ത എന്റെ കുഴപ്പമേ ഉള്ളൂ. ബാറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാ എന്നിട്ട് തടയൊക്കെ ഇങ്ങനെ വീശി മാറാനല്ലേ, അതിനിത് ധാരാളം മതി. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇതാ ഇതിങ്ങനെ പൊക്കി പിടിച്ച് 4 വശത്തേക്കൊക്കെ ഒന്ന് നോക്കി, ഇതാ നിലന്തല്ലി മാതിരി ഇങ്ങനെ ഇടിച്ച് ദൂരേക്ക് നോക്കി കൈ വീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. സാർ ബോളർ ഇട്ട്. എന്തിനാ നീ ഇപ്പൊ വെറുതെ ബോളർ അല്ലേ? എന്താ ചോദിച്ചത്? ഒരു ബോളർ ഇട്ട്. അതിന് നിനക്ക് എറിയാ അറിയോ? ട്രാൻസ്പോർട്ട് ബസ്സിലിട്ട് എറിയാനല്ലേ നിനക്കറിയൂ? അതിങ്ങനെ അറിയാ? ഇങ്ങനെ അതിങ്ങനെ ഈ കയ്യിലേക്ക് ഇട്ട് ഇങ്ങനെ അമ്മാനൊക്കെ ഒന്ന് കളിച്ച്
നന്നായിട്ട് തുപ്പ് തുപ്പി പാനിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തും കിട്ടും എന്നിട്ട് ഒരച്ച് വൃത്തികേടാക്കി അറപ്പ് തോന്നണം അവിടെ നിൽക്കുന്നവന്. അപ്പൊ അവൻ മാറിക്കോളൂ. ടി വി ഒന്നും കാണാറില്ലേ? ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഒന്ന് മാറിന്ന്, ലിസൺ ടു മീ. അതെ, ഇതാ ഇങ്ങനെ. കേരള അത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടേക്ക് പോയേ? കേരളേ ആരെ കാണാനാ? എന്താ? അല്ല, കുറുപ്പ് സാറ് മാർക്കറ്റിലേക്ക് പോയി. നമ്മളാരാ? ഞാൻ കുറുപ്പ് സാറിനെ കാണാനെന്താ? ദാ നേരെ വീട്ടിൽ താമസിക്കുക. ശരി. സാറല്ലേ ഗായത്രി? ചേച്ചി സാറും കൂടി മാർക്കറ്റിലേക്ക് പോയിരിക്കുക. ശരി, പോട്ടെ. വെറുതെ വന്നതാ? അല്ല, ഒരു കാര്യമൊക്കെ ചേച്ചി വീട്ടിൽ പോയി സംസാരിച്ചു അച്ഛനോട്. അച്ഛന് വിരോധമൊന്നുമില്ല. എന്റെ അഭിപ്രായം ഞാൻ പണ്ടേ പറഞ്ഞതാണല്ലോ. ഞാൻ പിന്നെ വരാം. ലാൽ, അല്ല, നമ്മുടെ കാര്യത്തിൽ അച്ഛന് വിരോധമില്ലെന്നറിയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ മുഖത്ത് സന്തോഷം കണ്ടില്ല. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നാ. വേറെന്ത് കാര്യം? നമ്മുടെ ജീവൻ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി അല്പം മാറി താമസിക്കുക. മോളു ജ്യോതി വളരെ വറീഡാണ്. ഇവിടെ കുറച്ചു ദിവസം നിങ്ങളോട് താമസിച്ചാൽ ഞാൻ ടീച്ചറോട് സംസാരിച്ചിരുന്നു. നാളെ ടീച്ചറെ വിളിച്ച് ഇങ്ങനെ കൊണ്ടുവരണമെന്ന് പറയാമെന്നാ. അവര് വരാൻ വൈകും, ഞാൻ പറഞ്ഞേക്കാം. ശരി. ലാൽ, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത് ഒരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴേ? ഗായത്രി എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞേ ഉള്ളൂ, കുറവുകൾ എനിക്കാണല്ലോ കൂടുതൽ. ഗായത്രി, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരോ ഉപേക്ഷിച്ചു പോയി ഈ പദപാത്രം. ആഹാ, എനിക്ക് ഓഹോ കർത്താവേ, മനസ്സിന്റെ. ഡോക്ടർ മടിക്കാതെ പറയൂ ഡോക്ടർ, എനിക്ക് എന്താണ് അസുഖം? കുറച്ചുകൂടെ ശബ്ദത്തിൽ വായിക്കലാലേട്ടാ. ഇത്രയും ശബ്ദത്തിൽ പറയാൻ നോക്കൂ. ശ്രദ്ധിച്ചു കേട്ട് പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലേ അഭിനയിക്കാൻ വേറെ ആളുണ്ട്. മടിക്കാതെ പറയൂ ഡോക്ടർ, എനിക്ക് എന്താണ് അസുഖം? എന്താ എന്നുവെച്ചാ? ഒന്നുമില്ല ഡോക്ടർ, എനിക്ക് എന്താണ് അസുഖം? പ്ലീസ് നിങ്ങൾക്ക് പറയൂ. എന്താണോ ലാല ഈ കൂത്ത്? ആരെഴുതിയ നാടകം? ഫാദർ കുട്ടനാടൻ. ഒന്നുമില്ല. നോക്കിയിരിക്കുന്ന പറയുന്നുണ്ടോ? വായിച്ചു വായിച്ചെന്റെ തൊണ്ടയിൽ വെള്ളം പറ്റി. പറയട്ടെ, നീ പറ. ഡോക്ടർ പറയൂ ഡോക്ടർ, പ്ലീസ്. എനിക്ക് വെറുതെ ഒന്ന് താങ്ങി. താങ്ക് യു. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഞാൻ കുറച്ചു നേരം കോച്ച് ചെയ്യാം. ഇങ്ങനെ അഭിനയിക്ക. നീ കുറച്ചു നേരം മാറി. ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് നീ നോക്കി പിടിക്കും. നിനക്കെന്താ രോഗം? എനിക്കല്ല, അവനാ രോഗം. തൽക്കാലം നിനക്കാ രോഗം. ലാലെ, ഇയാൾക്ക് എന്താ രോഗം എന്ന് പറഞ്ഞേ? കുഷ്ഠം. കുഷ്ഠം. നീ കുഷ്ഠരോഗി, ഞാൻ ഡോക്ടർ. പറയൂ ലാലേട്ടാ, പറയൂ. ഡോക്ടർ, എന്റെ രോഗം എന്താണെന്ന് പറയൂ ഡോക്ടർ, പറയൂ. നിനക്ക് പറയൂ ഡോക്ടർ. നിനക്ക് എനിക്ക് നിനക്ക് കുഷ്ഠമായ കുഷ്ഠം കോളമാക്കി. ഇന്നച്ചാ ഒന്ന് പോയേ. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേണ്ട, നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എഴുതിയ നാടകം ഡയറക്റ്റ് ചെയ്യാൻ എനിക്കറിയാം. അറിയാലോ? എന്നാ ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഫാദർ കുട്ടനാടൻ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളും തെറ്റിദ്ധരിക്കരുത്. ലീലാമ്മേടം തെറ്റിദ്ധരിക്കരുത്. ഈ നാടകം മനോഹരമായ കൂലി വാങ്ങിക്കും. ഉറപ്പാ. ഞാൻ സഹിച്ചല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കി ഞാൻ ചെയ്തോളാം. അല്ലേ, ഇന്നിനി റിഹേഴ്സൽ വേണ്ട. എല്ലാ മൂടും പോയി. ജീവനെ കാണാറുണ്ടോ ലാൽ? ജീവനെ കാണാൻ ആ ഡോക്ടർ സമ്മതിച്ചിട്ട് വേണ്ട മാഡം. ഡോക്ടറെ കാണാറുണ്ട്. ഹീസ് ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞാൽ അവനിങ്ങി പോരാ. ജ്യോതി വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്ത് കാണിക്കാറുണ്ട്. നന്നായി ഡാൻസ് പഠിച്ചതാ. ജ്യോതിയെ കൊണ്ട് നമ്മുടെ ആർട്സ് ഫെസ്റ്റിവലിന് ഒരു ഡാൻസ് ചെയ്യിച്ചാലോ? ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. തദ്ധി തകനക ജം തരികിട തക തകധി തകനക ജം തരികിട തക തദ്ധി തകനക ജം തരികിട തക തകധി തകനക ജം തരികിട തക തദ്ധി
തകനക ജം തരികിട തക തകതി തകനക ജം തരികിട തക തതി തകനക ജം തരികിട തക തകതി തകനക ജം തരികിട തക തതി തകനക ജം തരികിട തക തകതി തകനക ജം. എടാ വേണ്ട ആർട്സ് ഫെസ്റ്റിവൽ ARTSFESTIVAL. മാളമുണ്ട് പറവകൾ കാകാജമുണ്ട് മനുഷ്യപുത്രന് തലക. നേരെ ചെയ്യടോ, ബെസ്റ്റ് ആക്ടർ ഇട്ടണമെങ്കിൽ മതി. നാടകം ഉടനെ നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഡാൻസ് കഴിഞ്ഞു. ഒരുപാട് തോന്നിയ കാണില്ല കേട്ടോ. കേട്ടോ എവിടെയൊക്കെ അന്വേഷണം അറിയൂലേ. സംവിധാനം ഫാദർ കുട്ടനാട്. ലാലേട്ടാ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. ബെസ്റ്റ് ആക്ടർ നന്നായിരിക്കും. പീഡിതരും എന്ത് തരും പീഡിതരും പോലെ വാങ്ങിക്കല്ലേ. പാലിക്കൂ.